ഇതാണ് സാംസങ് ഗാലക്സി M56. ഇന്നത്തെ കാലത്ത് 26,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. പക്ഷേ ക്യാമറയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം സ്പെസിഫിക്കേഷൻസിലേക്ക് വരാം, എന്നിട്ട് ഫോട്ടോസിലേക്ക് പോകാം. ഈ ഫോണിൽ മെയിൻ റിയർ ക്യാമറ 50 MP ആണ് ആൻഡ് OIS സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ മുകളിലുള്ള ക്യാമറ അൾട്രാ വൈഡ് ആണ്, 8 MP ആണ് വരുന്നത്. പിന്നെ ഏറ്റവും താഴെ മൂന്നാമതൊരു ക്യാമറയുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, 2 MP മാക്രോ. ഇവർക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ? ഈ പ്രൈസിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും ഒരു 2 MP മാക്രോയോ അല്ലെങ്കിൽ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ഡെപ്ത് ക്യാമറ ഉണ്ടോ? എന്തിനാണ്? ലൈക്ക് ഈ ഫോട്ടോ പോലും നിങ്ങൾ എടുത്തു നോക്ക്. എവിടെയാടാ ക്വാളിറ്റി, എവിടെയാടാ ഡീറ്റെയിൽസ്? എനിവേ ഫ്രണ്ടിൽ 12 MP ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഈ പ്രൈസിൽ ചുരുക്കം ചില ഫോൺസിൽ 4K സപ്പോർട്ടുള്ളൂ. ഈ ഫോണിൽ മാക്രോ ഒഴിച്ച് വൈഡിലും അൾട്രാ വൈഡിലും ഈവൻ ഫ്രണ്ട് ക്യാമറയിൽ വരെ 4K 30 FPS സപ്പോർട്ടുണ്ട്. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പോർട്രേറ്റ് എടുത്ത ഫോട്ടോസാണ്. ഇതാണ് വൈഡിലെടുത്ത പോർട്രേറ്റ്. ആസ് യു കെൻ സി, കളേഴ്സ് വളരെ നല്ലതാണ്. ഓൾസോ ഇത്രയും അകലെ നിന്നിട്ടും സബ്ജക്ട് സെപ്പറേഷൻ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഫോട്ടോ 2x പോർട്രേറ്റ് എടുത്തതാണ്. ഇതിൽ സ്കിൻ ടോൺസ് വളരെ നാച്ചുറലാണ്, ഫേസ് എക്സ്പോഷർ അടിപൊളിയാണ്. പിന്നെ ഇത് ഡിജിറ്റലി സൂംഡ് ആണ് ആൻഡ് സബ്ജക്റ്റ് ക്ലോസ് ആയതുകൊണ്ട് പോർട്രേറ്റ് എഡ്ജ് ഡിറ്റക്ഷനും വളരെ ക്ലീൻ ആണ്. ഓവറോൾ റിയലി ഗുഡ്. ഇതൊരു സോഷ്യൽ മീഡിയ റെഡി പിക്ചറാണ്. ഇനി ഫ്രണ്ട് ക്യാമറ. ഇതിലെടുക്കുന്ന പോർട്രേറ്റിൽ എഡ്ജ് ഡിറ്റക്ഷൻ സോഫ്റ്റ് ആണ്. പിന്നെ സ്കിൻ ടോൺസും ഫേസിലെ ഷാർപ്നെസ്സും താടിയിലെയും മുടിയിലെയും ഡീറ്റെയിൽസും വെൽ പ്രിസർവ്ഡ് ആണ്. ആകെയുള്ള കുറച്ച് പ്രശ്നം, ആകാശത്ത് ഡീറ്റെയിൽസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ സ്മൂത്ത് ആയിരുന്നു. എൻഡ് ഓഫ് ദി ഡേ മുടിയൊക്കെ ഷാർപ്പായി ബ്ലർ ചെയ്യണമെങ്കിൽ 70,000 രൂപ കൊടുത്ത് വിവോയുടെ X300 ഓപ്പോയുടെ Find X9 ഒക്കെ എടുക്കണം. ന്യായീകരിക്കുമെന്ന് വിചാരിക്കരുത്, 26,000 രൂപയ്ക്ക് ഈ സബ്ജക്ട് സെപ്പറേഷൻ നല്ലതാണ്. ഓവറോൾ ഈ പ്രൈസിന് ദി ബെസ്റ്റ് പോർട്രേറ്റ്സ് ആണ് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 10-9 കൊടുക്കുക. അടുത്തത് സാധാ ഫോട്ടോയിലേക്ക് വരാം. ഇത് ഡൈനാമിക് റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. വളരെ നല്ല രീതിയിൽ ക്ലൗഡ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബ്ലോൺ ഔട്ടല്ല, അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ കളേഴ്സിന് ഒരു നാച്ചുറൽ ലുക്കാണ്. ബട്ട് ഓവറോൾ ഇറ്റ്സ് റിയലി ഗുഡ്. സൺലൈറ്റിനെതിരെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി അൾട്രാ വൈഡിലേക്ക് വന്നാൽ പണിയാണ്. ഇത് 16 mm ലെങ്സ് ആയതുകൊണ്ട് നല്ല വൈഡായി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ ഫേസ് ബെയർലി വിസിബിൾ ആണ്, ഒരു ഡീറ്റെയിൽസും ഇല്ല. പിന്നെ ഈ ഫോട്ടോ 3 മണിക്ക് എടുത്തതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കണ്ടു കഴിഞ്ഞാൽ 6:30 എടുത്തൊരു ഫോട്ടോ പോലെ ഉണ്ടല്ലേ. ഡള്ളാണ്, കളേഴ്സും ഇല്ല. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നാൽ ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആണ്. കാരണം ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് ക്യാമറ ഉള്ളത് ഇതിനാണ്. എൻ്റെ ഫേസ് ഇവിടെ വളരെ ഷാർപ്പാണ് ആൻഡ് എൻ്റെ സ്കിൻ ടോൺസ് നാച്ചുറലായി കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളേഴ്സ് വെൽ ബാലൻസ്ഡ് ആണ്. ഓവറോൾ ഞാൻ ഇതിനും 10-ൽ 9 കൊടുക്കും. മെയിനായിട്ട് അൾട്രാ വൈഡ് ആണ് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. നൈറ്റ് ഫോട്ടോസിലേക്ക് വരാം. രാത്രി നിങ്ങൾക്കിതിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 MP വൈഡ് ക്യാമറ യൂസ് ചെയ്തെടുക്കുക. കാരണം അതിൻ്റെ അത് f1.8 അപ്പേച്ചർ ഉണ്ട്. സോ നല്ല രീതിയിൽ ലൈറ്റ് കടത്തി വിടും. സോ ഈ 3 ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് നൈറ്റ് മോഡോ ഫ്ലാഷ് ലൈറ്റോ ഒന്നുമില്ലാതെ എടുത്തതാണ് ആൻഡ് ഇറ്റ്സ് റിയലി ഡാർക്ക്. രണ്ടാമത്തത് നൈറ്റ് മോഡ് യൂസ് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം ബ്രൈറ്റാണ്. സൂം ചെയ്ത് നോക്കിയാൽ ഒരു പരിധി വരെ ഡീറ്റെയിൽസ് ഉണ്ട്. ബട്ട് അത് കഴിഞ്ഞാൽ ഫുൾ സ്മൂത്താണ്. ഇനി അടുത്തത് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തെടുത്ത ഫോട്ടോ ആണ്. ഇറ്റ് ലുക്സ് ഇൻസെയിൻലി ഗുഡ്. എൻ്റെ റൂമിൽ ലൈറ്റെല്ലാം ഓൺ ആക്കി എടുത്തൊരു ഫീൽ ഉണ്ട്. സൂം ചെയ്താൽ നല്ല ഡീറ്റെയിൽസും ഉണ്ട്. ഇനി അൾട്രാ വൈഡിലേക്ക് വന്നാൽ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒന്നാമത്തെ ഫോട്ടോ നൈറ്റ് മോഡ് ഓഫ് ആക്കി എടുത്തതാണ്. ഇറ്റ്സ് ബാഡ്. ആൻഡ് രണ്ടാമത്തെ ഫോട്ടോ നോക്കിയാൽ ഇറ്റ്സ് ഹെവിലി പ്രോസസ്ഡ്. ഇത് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഈ കാണുന്ന 3 ഫോട്ടോസാണ് ഫ്രണ്ട് ക്യാമറ എടുത്തത്. ആദ്യത്തെ ഫോട്ടോ ഒട്ടും യൂസബിൾ അല്ല, അതിൽ ഒന്നുമില്ല. ബട്ട് നൈറ്റ് മോഡ് ഓൺ ആക്കിയാൽ രണ്ടാമത്തെ പിക്ചറിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സൂം ചെയ്ത് നോക്കിയാൽ ഓയിൽ പെയിൻറ്റിങ് പോലെയാണ്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്ത ഫോട്ടോയിൽ ഒരു വാഷ്ഡ് ഔട്ട് ഫീലാണ്. സ്ക്രീൻ ഫുൾ ബ്രൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. നൗ ആരും ഇത് ഈ ഫോണിൻ്റെ പോരായ്മയായിട്ട് എടുക്കണ്ട. കാരണം ഈ പ്രൈസിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വേഴ്സ് ആയിട്ടാണ് പല ഫോൺസും പെർഫോം ചെയ്യുന്നത്. വീഡിയോയിലേക്ക് വരുമ്പോൾ വൈഡിൽ 4K 30 FPS ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കളേഴ്സും വൈറ്റ് ബാലൻസും വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് വീഡിയോ ക്വാളിറ്റി ഈസ് ഫൈൻ. ബട്ട് സൂം ചെയ്താൽ ആർട്ടിഫിഷ്യൽ ഷാർപ്പനിങ്ങും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം. അൾട്രാ വൈഡിലേക്ക് വരുമ്പോൾ കൂൾ ടെമ്പറേച്ചറിലാണ് വീഡിയോ. കാണാൻ ഭംഗിയുണ്ട്, ബട്ട് ഒട്ടും ഡീറ്റെയിൽസ് ഇല്ല. അതായത് സൂം ചെയ്ത് നോക്കിയാൽ എല്ലാം സ്മൂത്താണ്. ചെറുതായിട്ടൊന്ന് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും
വ്ളോഗിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഈ ഫോൺ എടുത്തിട്ട് വ്ളോഗിങ്ങിന് എങ്ങനെയുണ്ടെന്ന് ആലോചിക്കുന്ന കുറച്ച് പേരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് M56 ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS ഓഡിയോ ക്വാളിറ്റി പറയുവാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗുഡ്. നോയിസ് ക്യാൻസലേഷൻ അത്രയും പോരാ, കാരണം ഇപ്പോൾ ചീവീടിൻ്റെ വെച്ചൊക്കെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അവിടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഓഡിയോ അത്രയും ക്ലിയർ അല്ല, പക്ഷേ ഇറ്റ്സ് ഫൈൻ. അതിപ്പോൾ ലുക്ക് അറ്റ് ദ ഫുട്ടേജ്, അത്യാവശ്യം ഷാർപ്പാണ്, എവറിത്തിങ് ഇസ് ഓൺ ഡീറ്റെയിൽസ്. ഐ ലൈക്ക് ഇറ്റ്. ഇനി നമുക്ക് നേരെ ബാക്ക് ക്യാമറയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സാംസങ് M56 പുറകിലത്തെ മെയിൻ ക്യാമറയിലെ വീഡിയോ ക്വാളിറ്റി. 4K 30 FPS ആണ്. എൻ്റെ കൂടെ എൻ്റെ മച്ചുണ്ട്, ഡോഗി ബ്രോ. ഇവൻ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നി 3 വർഷം മുമ്പ് ഞാനിവിടെ നോട്ടീസ് ചെയ്തതാണ്. ഇവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, എന്ന് വരുമ്പോൾ കാണാറുണ്ട്. എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, എപ്പോഴും എൻ്റെ അടുത്തൊന്നും ഇരിക്കാറുണ്ട്. എനിവേസ്, ഞാൻ കഴിഞ്ഞ വർഷം എടുത്തൊരു ഫോട്ടോ ഉണ്ട് ഇവൻ്റെ, ഞാൻ കാണിച്ചായിരുന്നു. എങ്ങനെയാണ് നോക്കട്ടോ. ഞാനിപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് അനങ്ങും, കാരണം ഒരു കാർ ഇപ്പോൾ വരുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് അറിയേണ്ടത് ഇതിൻ്റെ OIS ആണ്. കാരണം നിങ്ങളൊരു ബ്ലോഗറാണെങ്കിൽ ഇങ്ങനെ നടക്കാനുള്ള ചാൻസൊക്കെ വളരെ ഹൈ ആണ്. മെയിൻ ക്യാമറയിൽ OIS വരുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആ ഒരു ഷേക്കിംഗ് ഹാൻഡ്ലിംഗ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പ്രിവ്യൂ ചെയ്തു. ഇപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റി. എൻ്റെ കൈ ഇപ്പോൾ വിറയ്ക്കുന്നുണ്ട്, കാരണം ഈ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൈ നല്ല വേദന എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ നടക്കുന്നതിനുള്ള ആ ജർക്കിങ്ങും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എഗെയിൻസ്റ്റ് സൺലൈറ്റ് ആണ്. ഈവൻ വിത്ത് ദാറ്റ് ഇറ്റ് ഹോൾഡ്സ് പ്രിറ്റി വെൽ. പോണോ? ഉണ്ടോ? കൂടെ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് ഹീസ് കമ്മിങ്. ബട്ട് യാ, വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ, ബാക്ക് ക്യാമറ ഇസ് റിയലി ഗുഡ്. ഓവറോൾ സാംസങ് ഗാലക്സി M56 എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. മെയിൻ ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഷാർപ്പ് ഫോട്ടോസ്, നാച്ചുറൽ കളേഴ്സ്, നല്ല ഡൈനാമിക് റേഞ്ചും സെൽഫി ക്യാമറയും ഈ പ്രൈസിൽ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡും മാക്രോയും, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഫോട്ടോസും സാമ്പിൾസൊക്കെ കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും 26,000 രൂപയ്ക്ക് ദിസ് ഇസ് സോളിഡ് 9 out of 10. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ? എനിക്ക് നിർത്തിപ്പോയാൽ പോരെ. നട്ടച്ച് വലുത് വെറുതെ ഇവിടെ വന്ന് കുണച്ചിട്ട് കൂടിപ്പോയി 2,000-2,000 വ്യൂസ് കിട്ടും. അതൊരു തുള്ളി കാശ് കിട്ടില്ല. ലൈക്ക് യൂട്യൂബിൽ നല്ല അറ്റ്ലീസ്റ്റ് എനിക്ക് കഴിഞ്ഞ 1,000 രൂപ തന്നെ കയറി എത്ര വ്യൂസിനാണെന്നറിയോ? 50,000 വ്യൂസിനാണ്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ പെട്രോൾ അടിച്ചൊന്ന് റെക്കോർഡ് ചെയ്യണേ? ഈ ടൈമും എഫേർട്ടും വേറെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തിയേനെ? 10 വർഷമായിട്ട് ട്രൈ ചെയ്യണതാ, എവിടെ എത്തി? Just shut up and do your thing, man. Okay? This is what you like. It's better to do what you like rather than not do what you don't like.